ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര യുനാനി ചികിത്സാ ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത യുനാനി ചികിത്സകനും അധ്യാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഹക്കീം അജ്മൽ ഖാന്റെ ജന്മവാർഷിക ദിനമായ ഫെബ്രുവരി 11 യുനാനി ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയ്ക്കുള്ള നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി യാത്രയ്ക്ക് മുന്നോടിയായുള്ള സന്ദേശത്തിൽ പറഞ്ഞു. പാരീസിൽ നടക്കുന്ന 3 ദിവസത്തെ AI ഉച്ചകോടിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോയ്ക്കൊപ്പം ശ്രീ മോദി സംയുക്ത അധ്യക്ഷത വഹിക്കും. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മറ്റന്നാൾ അമേരിക്കയിലെത്തും. 2025-26 സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ചർച്ച ആരംഭിച്ചത്. എം രാജഗോപാലൻ, മാത്യു കുഴൽനാടൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, മോൻസ് ജോസഫ് തുടങ്ങി ഇരുപക്ഷത്തു നിന്നും നിരവധി അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ ബുധനാഴ്ച വരെ തുടരും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റെയിൽപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിച്ച് 2028 ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാനുള്ള അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ TI മധുസൂദനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൌന്ദര്യ 3ാം ഘട്ടം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ ദിവസങ്ങളിലായി 101 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 1.5 ലക്ഷത്തിലധികം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ലിപ്സ്റ്റിക്, ഫേസ് ക്രീം, ബേബി പൌഡർ, ബേബി സോപ്പ്, ബേബി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത്. എറണാകുളം കലൂർ JLN സ്റ്റേഡിയം റൂട്ടിലെ ട്രാക്കിലെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് ഏർപ്പെടുത്തിയ വേഗ നിയന്ത്രണം ഒരാഴ്ചയ്ക്കുള്ളിൽ നീക്കുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു. പതിവ് പരിശോധനയ്ക്കിടെ ഈ ഭാഗത്തെ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നടപ്പാതയിൽ തടസ്സം സൃഷ്ടിച്ച് സമരം സംഘടിപ്പിച്ചതിനും വഴിതടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും കോടതിയലക്ഷ്യ കേസ് നേരിടുന്ന CPM, CPI, കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. ഇന്ന് ഹാജരായ നേതാക്കളെ വീണ്ടും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഹാജരാകാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമർപ്പിച്ച അപേക്ഷ കോടതി അംഗീകരിച്ചു. അടുത്ത മാസം 13 നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മലപ്പുറം നിലമ്പൂർ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രാ സൌകര്യമൊരുക്കും. മാർച്ച് 12 വൈകിട്ട് നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെടുന്ന സൂപ്പർ ഡീലക്സ് ബസിൽ 2040 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള 2013 പോഷ് നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 10 അതിലധികമോ ജീവനക്കാരുള്ള തൊഴിലിടങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ ലേബർ ഓഫീസർ. പരാതി സംബന്ധിച്ച വിവരങ്ങൾ, റിപ്പോർട്ട് എന്നിവ പോഷ് പോർട്ടലിൽ കമ്മിറ്റികൾ രേഖപ്പെടുത്തണമെന്നും ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. കാലടി പ്ലാന്റേഷന്റെ അങ്കമാലി കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. കശുമാവിൻ തോട്ടത്തിൽ ജോലിക്ക് പോയ പ്രസാദിനെയാണ് ആന ആക്രമിച്ചത്. കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. മുൻ ധാരണ പ്രകാരം CPI പ്രതിനിധിക്ക് മേയർ പദവി നൽകുന്നതിന്റെ ഭാഗമായാണ് രാജി. CPM മേയർ പദവി ഒഴിയാത്തതിൽ പ്രതിഷേധിച്ച് CPIയുടെ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കഴിഞ്ഞ വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ സെൻസർ ചെയ്ത കഥാചിത്രങ്ങൾ, കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ, 2024 പ്രസാധനം ചെയ്ത ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. ഈ മാസം 25 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടക്കുന്ന പാരാ ആർച്ചറി ഏഷ്യ കപ്പിലെ വനിതാ കോമ്പൌണ്ട് ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യയുടെ സരിതയ്ക്ക് സ്വർണം. പുരുഷ W1 വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദിൽ മുഹമ്മദ് നസീർ അൻസാരി വെങ്കലവും നേടി. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് 1ാം സ്ഥാനത്ത് തുടരുന്നു. കർണാടക 2ാമതും മഹാരാഷ്ട്ര 3ാമതുമാണ്. 43 മെഡലുകളുമായി കേരളം 9ാം സ്ഥാനത്താണ്. പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. അതേസമയം കേസിലെ 1ാം പ്രതി അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ കോടതി ഇന്ന് റിമാൻഡ് ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.